പിന്നെ എന്തിനാണ് നമ്മൾ ഈ വണ്ടിക്ക് ടാക്സ് അടക്കുന്നത്? ഞാനത് കുടുങ്ങിയൊരു വ്യക്തിയാണ്. 1200 രൂപ ഞാൻ അടച്ചു. നമസ്കാരം, റാഫി മാഷാണ്. ഇന്നത്തെ വീഡിയോ ഫാസ്റ്റ് ടാഗിനെ കുറിച്ചാണ്. ഫാസ്റ്റ് ടാഗ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഈ ഹൈവേ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. ടോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഞാൻ ഏറ്റവും അടുത്ത് വെട്ടിച്ചിറ ഭാഗത്തുള്ള ടോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പലപ്പോഴും അതിൻ്റെ അടുത്തൊരു കട്ടിങ് റോഡുണ്ട്, ഒരു ടോള് ഒഴിവാക്കി പോകുന്ന റോഡുണ്ട്. പക്ഷെ ആ റോഡിൽ പോയിട്ട് അവിടെയുള്ള പ്രദേശവാസികളുടെ ഒരു ഭയങ്കരമായ പ്രയാസത്തെക്കുറിച്ച് വീഡിയോ അപ്പം അടുത്തൊന്ന് കണ്ട്. ഇപ്പോൾ ടോൾ പ്ലാസ എന്ന് പറയുന്നത് നമ്മുടെ ഈ യാത്രക്കാർക്ക് എന്തോ അത് കൊടുക്കാൻ പലർക്കും ഒരു മടിയാണ്. എനിക്കൊക്കെ ഉള്ള അവസ്ഥ തന്നെയാണ്. ഞാൻ മകളെടുത്ത് പോകുന്ന സമയത്ത്, കുന്നമംഗലത്ത് പോകുന്ന സമയത്ത് ടോൾ പ്ലാസന്റെ മുന്നേ കട്ട് ചെയ്ത് പോകും. ആ ടോൾ കൊടുക്കാനുള്ള ഒരു മടി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് മീഡിയ വിഷനിലെ മുഹമ്മലി എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു. അത് ആ വെട്ടിച്ചിറ ഭാഗത്തുള്ള ഈ ടോള് കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. അത് കേട്ടാൽ വളരെ വിഷമമുള്ള വീഡിയോ ആണ്. കാരണം വെച്ചാൽ അവർക്ക് അവരുടെ സാധാരണ അവർ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിലൂടെ ഇപ്പോൾ അവർക്ക് പോകാൻ വയ്യ. ഫുൾ ടൈം ബ്ലോക്കാണ്. കാരണം അത് ചെറിയ റോഡേ ഉള്ളൂ. ഒരു ടോൾ ഒരു സ്ഥലത്ത് വെക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി NH എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് സകലമാന വഴികളും അടച്ചിട്ടാണ് ഒരു ടോൾ വെക്കുക. വല്ല പുഴയോ തോടൊക്കെ കട്ടിങ്ങുള്ള സ്ഥലത്തൊക്കെ അവർ ഇത് കൊണ്ടേ വെക്കുക. വേറെ നമുക്ക് ഒരു 5 കിലോമീറ്റർ പരിധി നമുക്ക് എവിടെയും ചാടാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിൽ വെക്കുക. എന്നിട്ട് ചാടി പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഭയങ്കര ബ്ലോക്കായിട്ട് സാധാരണ അവിടുത്തെ നാട്ടുകാർക്ക് പുറത്ത് വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടെ കുടുങ്ങി കിടക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ ടോൾ കട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ആ റേറ്റാണ്. ഈ 135-140 റുപ്യ റേറ്റ് കൊടുക്കുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാനും ഇതുപോലെ കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവിടെ ചില റോഡൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കാർബണിൻ്റെ ഓണർ സഹീർ മുത്തുവിനോട് ഇങ്ങനെ ആ റോഡ് പണിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, എന്തിനാ മാശയങ്ങൾ അതിൽ ചാടി പോണത്? നിങ്ങൾ നേരെ NH പോയാൽ സുഖമായിട്ട് നിങ്ങൾക്ക് മെയിൻ റോഡിന് നേരെ കാർബണിലേക്ക് വരാലോ, അതാണ് സൗകര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടോളിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ 3000 റുപ്യേൻ്റെ ഒരു ഇയർ പാസ് എടുത്താൽ പോരെ, 200 പാസിംഗ് ഇല്ലേ, ഒരു പാസിങ്ങിന് 15 റുപ്യല്ലേ വരുള്ളൂ, നിങ്ങൾ അങ്ങനെ കണക്കൂട്ടി വെക്കിയെന്ന് പറഞ്ഞു. അത് മുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 2.5 മാസമായി. ഞാൻ വെറുതെ ഞാൻ അടച്ച ടോളിൻ്റെ കണക്കൊന്ന് എടുത്ത് നോക്കി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അവിടെയാണ് എനിക്ക് ആ ഒരു പഴയ സിനിമ ഡയലോഗ് ഓർമ്മ വന്നത്. നമ്മൾ ശ്രീനിവാസനോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ടല്ലോ, എന്താ ദാസ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാതിരുന്നത്? അപ്പം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 1200 റുപ്യ പോകാനുള്ള വിധി ഉണ്ടായിരുന്നു. ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ 2 തിരുപ്പൂര്, 4 കോഴിക്കോട്, 1 എറണാകുളം, ഇത്രയും ടോൾ അടച്ചു പോയിട്ടുണ്ട്. 1215 രൂപ ഞാൻ ടോൾ അടച്ചിട്ടുണ്ട് ഈ 2.5 മാസം കൊണ്ട്. ഞാൻ അത് ആലോചിച്ചു, 1215 രൂപ ടോൾ അടക്കും. ഞാനത് ആലോചിച്ചില്ല. എന്തിനാ 3000 റുപ്യ എടുത്തൊരു ഇയർ പാസ് എടുത്താൽ പോലെ എന്നെപ്പോലെ പലരും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇത് ആലോചിക്കുന്നുണ്ടാവില്ല. നമ്മൾ അതിനകത്ത് കടക്കുന്നില്ല. നമുക്കിതിന് 200 പാസ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ തിരുപ്പൂർ പോയപ്പോൾ കോയമ്പത്തൂർ 3 ടോളുണ്ട്. 3 കയറി 2-3 പ്രാവശ്യം പോയി. കോഴിക്കോട് അങ്ങനെ പോകും, നേരെ ടൗണിലേക്കാണ് പോകുമ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. സൗകര്യമാണ്, നല്ല സൗകര്യമാണ്. അപ്പം അതുകൊണ്ട് എന്നെപ്പോലെയുള്ള ആളുകളോട് പറയാനുള്ളത്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ടോള് നെറ്റ് നമ്മളെ മൊബൈലിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഞാൻ ഓൺലൈനായിട്ട് എടുത്തത് രാജ്മാർഗ് യാത്ര എന്ന് പറയുന്നൊരു ആപ്പ്. അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, നമ്മുടെ വണ്ടി ഡീറ്റെയിൽസ് കൊടുക്കുന്നു, നമ്മളതിൽ ആനുവൽ ടോൾ പ്ലാസ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. 3075 രൂപ, 70 രൂപ കമ്മീഷനാണ് സംശയമുണ്ട്. 3075 രൂപ ഞാൻ അടച്ചു. ഞാനത് എടുത്തതിന് ശേഷം, ഞാൻ കഴിഞ്ഞ ഈ മാസം ആദ്യത്തിലെടുത്തത്, അതിനുശേഷം 5 ടോള് കയറി കഴിഞ്ഞു. ഇനി എനിക്ക് 195 ബാക്കി. ഒന്ന് ആലോചിച്ച് നോക്ക്, വെറുതെ 1200 റുപ്യ കൊടുത്തിട്ട് ഞാൻ ആ ടോള് കയറി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. അപ്പം നമ്മളെന്താ വിചാരിക്കുക, ഞാൻ എപ്പോഴെങ്കിലും പോകുന്നുള്ളല്ലോ, എനിക്ക് എന്തിനാ എപ്പോഴും പോകേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് നമ്മൾ ഒരു 10-20 അല്ലെങ്കിൽ മാസം 1-2 അത് കയറിയാൽ തന്നെ മതി. ഒരു വർഷത്തിൽ നമുക്കൊരു 10-200 കയറിയാൽ, അല്ല 10-20 കയറിയാൽ തന്നെ നമുക്ക് എന്തായി, ആ പൈസ വരും. 20 കയറിയാൽ പൈസ വരും. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്? എന്നിട്ട് ഈ ടോളൊക്കെ കട്ട് ചെയ്ത് പോയിട്ട് ആളുകളൊക്കെ പ്രയാസപ്പെടുത്തുക. അത് മാത്രമല്ല, വണ്ടിക്കുണ്ടാവുന്ന പ്രയാസത്തിൽ ആലോചിച്ച് നിങ്ങൾ. ഈ ടോൾ കട്ട് ചെയ്ത് പോകുമ്പോഴുള്ള ആ പ്രയാസം എത്ര ഉണ്ട്? അത് പെട്ടെന്ന് നേരെ 15 റുപ്യ നമുക്ക് ചിലവ് വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം NH അടുത്തുള്ള ആൾക്കാർ, ഇപ്പം ഞാനൊക്കെ എനിക്ക് തൃശ്ശൂർ പോകണമെങ്കിൽ വെട്ടിച്ചിറ കയറണം, കോഴിക്കോട് പോകണമെങ്കിൽ ടൗൺ പോകണമെങ്കിൽ രാമനാട്ടര കയറണം, ഇനി കോയമ്പത്തൂർ പോകണമെങ്കിൽ വാളയാർ കയറണം, തിരുപ്പൂർ മോളത്ത് പോകണമെങ്കിൽ അവിടെ വേറെ 2 ടോളുകൾ പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹൈവേയിൽ ഇതിൽ ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ.
അതിൽ എത്ര ടോൾ ഹൈവേ എന്ന് കണ്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും. നമ്മുടെ ഇന്ത്യയിൽ ഇത്രമാത്രം ടോളുകൾ ഉണ്ട് എന്ന് ഞാൻ അതിൻ്റെ ഫുൾ ഒരു ഇതുണ്ടായില്ല, എത്ര ടോൾ ഉണ്ട് ഇതിന്. ഇത് അപ്ലിക്കബിൾ ആയ സ്ഥലങ്ങൾ നോക്കുമ്പോൾ മുഴുവൻ ടോളാണ്, ഇന്ത്യ മുഴുവൻ ടോൾ. പിന്നെ എന്തിനാണ് നമ്മൾ ഈ വണ്ടിക്ക് ടാക്സ് അടക്കുന്നത്? റോഡിൽ കൂടി പോകാനാണ്, ഏത് ഈ ചെറിയ പോക്കറ്റ് റോഡ് കൂടി പോകാൻ നമ്മൾ ടാക്സ് അടക്കുന്നത്. വേറെ ഏത് ഹൈവേ കയറിയാലും അത് നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു സിസ്റ്റം അങ്ങനെയാണ് പോണത്. ഓക്കെ, എങ്കിലും അപ്പോൾ നമ്മൾ അവിടെ നമുക്കുള്ള ഈ ഓരോ ഓപ്ഷൻ നമ്മളെല്ലാവരും ഉപയോഗിക്കുക. എനിക്ക് എല്ലാ യാത്രക്കാരായ ആളുകളോട് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ ഒന്ന് നോക്കുക എത്ര ടോൾ ഇതുവരെ കടന്നുപോയി. ഒരു 2, 3, 4 മാസത്തിൽ കണക്കെടുത്ത് നോക്കുക. ടോളിൻ്റെ മെസ്സേജ് ഇങ്ങനെ നോക്കിയാൽ കാണാമല്ലോ എത്ര ടോൾ നമ്മൾ കടന്നുപോയി നോക്കുക. അതിൽ നമ്മൾ നഷ്ടമായിരിക്കും, ഒരു സംശയം വേണ്ട. യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എപ്പോഴും ഈ ആനുവൽ പാസ് എടുക്കലാണ് നല്ലത്. ഈ വണ്ടി എടുത്ത് 2.5 മാസം കൊണ്ട് ഞാൻ 1200 അടച്ചു. പോരാത്തതിന് ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 2.5 മാസത്തിനുള്ളിൽ ഇപ്പം 5 ടോൾ വീണ്ടും കയറിയും കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് എല്ലാവരും യാത്രയുള്ള ആളുകളാണെങ്കിൽ ഒരു വർഷം നമുക്ക് സമയമുണ്ട്, 200 പാസിംഗ് ഉണ്ട്. അതുകൊണ്ട് അത് 3075 രൂപയാണ് എനിക്ക് വന്നത്. ഞാൻ ആർക്കെങ്കിലും അതിലും കുറച്ച് കിട്ടിയ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയട്ടോ, കാരണം വെച്ചാൽ ആ കമന്റ് ഇട്ട ബാക്കിയുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാമല്ലോ. എനിക്ക് 3075 ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് എടുത്തത്. ഇത് എൻ്റെ വീഡിയോ കാണുന്ന ആളോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഈ രാജ്മാർഗ് യാത്രയിലൂടെ നിങ്ങൾക്ക് ആനുവൽ പാസ് ടോൾ എടുത്തോളൂ. ബുദ്ധി വൈകുതിക്കണ്ട, അത് നേരത്തെ തന്നെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ബൈ.